ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. അമ്മയുടെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ അമ്മ അറിയാതെ ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോർട്സ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് അമ്മയ്ക്കൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടോ, നന്നായി കരഞ്ഞു അമ്മ. വേറൊന്നും കൊണ്ടല്ല, അമ്മയുടെ അച്ഛനും അമ്മയും, അതായത് എൻ്റെ ചാച്ചൻ്റെ അമ്മമ്മയുടെയും ഫ്രെയിം ഫോട്ടോ ചെയ്തിട്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് അത് നല്ല സന്തോഷമായി. അത് അമ്മയ്ക്ക് സങ്കടം വരും, കാരണം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കാണുമ്പോൾ അവർ മരിച്ചുപോയി. അപ്പോൾ അത് എത്രയായാലും സങ്കടമാവും. അപ്പോൾ എനിക്കും സങ്കടം വന്നിട്ട് അമ്മ കരഞ്ഞപ്പോൾ എനിക്കും ചാച്ചനും അമ്മമ്മയും പറഞ്ഞ ജീവനായിരുന്നു. ഞാൻ എൻ്റെ വെക്കേഷൻ ടൈമിലൊക്കെ മലമക്കാവ് പോയിട്ടാണ് നിന്നിരുന്നത്. അവരുടെ വീട് അവിടെയാണ്. അപ്പോൾ ചാച്ചൻ റിട്ടയർഡ് SI ആയിരുന്നു, കേശവൻ നമ്പ്യാർ. അമ്മമ്മ യശോദ. അമ്മമ്മ മരിക്കുന്നതും വരെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നിന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് അരഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന കാരണം തന്നെ കുളിച്ചു, രാവിലെ നേരത്തെ കുളിച്ചു. മഴയാണ്, നല്ല മഴയായിരുന്നു കേട്ടോ. അന്ന് കാർത്തിക നാളാണ്. അമ്മ കർക്കിടകത്തിലെ കാർത്തിക സെറ്റ് മുണ്ടൊക്കെ ചുറ്റിയിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. അല്ല, പോയത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം മഴ കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സെറ്റ് മുണ്ട് ചിറ്റണ്ടേന്ന്, അങ്ങനെയായിരുന്നു. പക്ഷേ എപ്പോഴെങ്കിലല്ലേ നമ്മളിങ്ങനെ സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ ചിറ്റുള്ളൂ. അപ്പോൾ ഏതായാലും അമ്മമ്മയുടെ സെറ്റ് മുണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചിറ്റിയത്. അപ്പോൾ വേദുട്ടൻ എണീറ്റ് വന്നു. അമ്മ ഓരോന്നൊക്കെ ചെയ്യണു. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. ബേബിക്കാണെങ്കിൽ ക്ലാസ്സും ഉണ്ട്. വേദുട്ടനെ ബാലവാടിക്ക് വിടുന്നില്ല. അപ്പോൾ അവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതുപോലെ തന്നെ ചമ്മന്തി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അമ്പലത്തിൽ പോകാൻ റെഡിയായി. ഇതെൻ്റെ അമ്മമ്മയുടെ സെറ്റ് മുണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതൊന്നും എടുക്കണം എന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സെറ്റ് മുണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ അമ്മമ്മമാരുടെ കയ്യിലൊക്കെ ഇഷ്ടമാതിരി സെറ്റ് മുണ്ട് ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഉടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമല്ല. അമ്മ ചുറ്റിയത് എൻ്റെ സാരിയാണ് കേട്ടോ. അത് എൻ്റെ സാരിയാണ്. ബ്ലൗസ് പിന്നെ അമ്മയുടെ തന്നെയാണ്. അപ്പോൾ അമ്മോട് ഞാനൊരു ഹായ് തരാൻ പറയായിരുന്നേ. ഞങ്ങളിങ്ങനെ അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് കാർത്തിക നാളിൻ്റെ അന്ന് ഞാങ്ങാട്ടിരി അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോകാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് അവിടെ വിശേഷ ദിവസമാണ് ഇന്ന്. കർക്കിടകത്തിലെ കാർത്തിക എന്ന് പറഞ്ഞ നാളിൽ അവിടെ വിശേഷപ്പെട്ട ദിവസമാണ്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. വായനയുണ്ട്. അപ്പം ഞങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി കേട്ടോ. 10 മണി 9:30 9:45 ഇറങ്ങി. 10 മണിക്കാണ് ബസ്. പിന്നെ മഴ എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാത്തുനിന്ന് ബസ്സൊക്കെ കിട്ടി. എന്നിട്ട് ഞാങ്ങാട്ടിൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കണം. അപ്പം ഓട്ടോറിക്ഷ കിട്ടുവെച്ചാൽ അങ്ങനെ പോവാൻ വിചാരിച്ചപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിന്നെ കിട്ടി കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നേ, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല മഴയും ചാറ്റൽ മഴയും അതുപോലെ തന്നെ നല്ല കാറ്റും. നല്ല രസമാണ് കേട്ടോ രാവിലെ അമ്പലത്തിൽ പോകാൻ. നിങ്ങൾക്ക് ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരാണോ? അപ്പോൾ ഒരു ഓട്ടോ വന്നു കേട്ടോ, ചേട്ടൻ വന്നു. അപ്പോൾ ഞങ്ങൾ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിയും കയറി ഞങ്ങളുടെ കൂടെ. അപ്പോൾ വേദുട്ടിനും പിന്നെ ഞങ്ങളുടെ കൂടെ വരിക പറഞ്ഞാൽ നല്ല ഇഷ്ടമാട്ടോ, പ്രത്യേകിച്ച് അമ്പലത്തേക്ക് എവിടേക്കാണെങ്കിലും. അപ്പോൾ അവനും ഞങ്ങളൊക്കെ കൂടിയിട്ട് ഇത് അമ്പലത്തേക്ക് പോവുകയാണ്. ഞാങ്ങാട്ടിരി അമ്പലത്തിലൊക്കെ ആണല്ലോ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ നേരത്ത് പോയിക്കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ബേബിയുടെ സ്കൂളാണ് കേട്ടോ ഇത്. സ്കൂളിൽ നിന്ന് കുറച്ചേ പോകണ്ടോ അമ്പലത്തേക്ക്. ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും ഞാങ്ങാട്ടിരി അമ്പലം. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് വായനയാണല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഓരോ സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. എനിക്കൊക്കെ രാവിലെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞ ഇഷ്ടം കേട്ടോ. പക്ഷേ ഇങ്ങനെ മഴ ഉണ്ടാവരുത്. മഴ ഇല്ലാത്തപ്പോൾ പോവുക എന്നാണ് രസം. അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടറക്കാനും ഒക്കെ നാളികേരം അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നാളികേരം ഒന്നും വാങ്ങിയില്ല. പുഷ്പാഞ്ജലി കഴിക്കാം എല്ലാവരുടെ പേരിലും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഉണ്ടോ വായനയ്ക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടോ. കുറേ പേര് രാവിലെ നേരത്തെ ഒക്കെ വന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എന്നാൽ പുഷ്പാഞ്ജലി കഴിക്കുക, എല്ലാവരുടെ പേരും നാളും ഒക്കെ എഴുതിക്കോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരുടെ പേരും നാളൊക്കെ എഴുതി. അമ്മ ക്യൂവിൽ നിന്നുട്ടോ. അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു അവിടെ. നീങ്ങാൻ കുറച്ച് പണിയായിരുന്നു. അപ്പോൾ അമ്മ ക്യൂവിൽ നിന്നു, ഞാനും വേദു അവിടെ നിന്നുട്ടോ. ഞാനിങ്ങനെ വേദുവിനോട് ഓരോന്നൊക്കെ പറയായിരുന്നു. പിന്നെ അവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അവനിങ്ങനെ ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മിണ്ടാട്ടം കുറയും. വീട്ടിലാണ് അവൻ പുലി. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവൻ അധികം മിണ്ടാട്ടോ വികൃതി ഒന്നും കാണിക്കില്ല. അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അതൊരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വായന നടക്കണോടത്ത് പോയിട്ടൊന്ന് തൊഴുതു കേട്ടോ. അവിടെ ഇരുന്നൊന്നുമില്ല, കുറച്ച് നേരം തൊഴുതു. അമ്മ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കാരണം വേദുട്ടം പിന്നെ പറയും പോവാന്ന്. അപ്പം ഞാൻ അവിടെ ഒരു തിണ്ണയുടെ മുകളിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അവിടെ ഇരിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുക പറഞ്ഞാൽ നല്ല രസമല്ലേ. പിന്നെ മഴയും കൂടി ഇല്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയായിരുന്നു. പിന്നെ മഴ കാരണം എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ അവിടെ വഴിപാടിൻ്റെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എത്ര രൂപയാണ് എന്താ കാര്യങ്ങളൊക്കെ. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പായസം ഉണ്ട്. രക്തപുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ ഇലയിൽ വരണ ഒരു പായസം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അമ്മ ഏതായാലും പിറന്നാളല്ലേ വെച്ചിട്ട് പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു പാത്രത്തിൽ കിട്ടിയതാണ്, ശർക്കര പായസമാണ്. പക്ഷെ അതും സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ തിണ്ണയിലിരിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഫോണും അവിടെ വെച്ചു.
അപ്പോൾ വേദുവിനോട് പറഞ്ഞു നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, എന്നിട്ട് കുറച്ച് നേരം അപ്പം ക്യാമറയെ നോക്കി ഹായ് തരാം കേട്ടോ, കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ടോ. ക്യാമറ അവിടെ ഇരുന്നോട്ടെ, നീ അത് ശ്രദ്ധിക്കേണ്ടെന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ ക്യാമറയ്ക്ക് തന്നെ ശ്രദ്ധിക്കായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ അധികം ഇരിക്കേണ്ട വിചാരിച്ചിട്ട് പിന്നെ അമ്മ എന്തോ പായസം വാങ്ങാൻ പോയിട്ടോ ആ സമയത്ത്. അപ്പോൾ ഇതാ വായന അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അധികം കസാരയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വായന കേട്ടു. പിന്നെ അമ്മ പായസമൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ അമ്മോട് പറയായിരുന്നു പായസം കാട്ടിത്തരുമോ എങ്ങനത്തെയാണ് നോക്കട്ടെ എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ പാൽ പായസം അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന്. അപ്പോൾ അല്ല, ശർക്കര പായസം കേട്ടോ. അപ്പോൾ വേദൂന് അത് കണ്ടപ്പോൾ തന്നെ കഴിക്കണം എന്ന് തോന്നുമായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ സ്പൂണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഇപ്പോൾ എവിടെ കൈ കഴുകുക എന്നുള്ള ഒരു സൗകര്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയൂല. അപ്പോൾ എന്തോ പായത്തിനമ്മ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ, വേണ്ട പറഞ്ഞു പായസം. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബേബിയുടെ കൂടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവൻ അപ്പം പായസം വേണോ പറയുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, നമുക്ക് ചോറുണ്ടാകാൻ മതി പറഞ്ഞു കേട്ടോ. അവന് പിന്നെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ചോറുണ്ടണം കേട്ടോ, അതവനെ നിർബന്ധമാണ്. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ വായന നിർത്തി. അപ്പോൾ ആ സമയത്ത് ചോറുണ്ണാൻ എല്ലാവരും പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളും പോയി. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ചോറുണ്ണണ ഭാഗത്തുണ്ടായിരുന്നത്. പ്ലേറ്റ് ഇല്ല പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് അവിടെ പെട്ടു. ഇത്രയും പേര് അകത്തേക്ക് കയറ്റി വിട്ടു, ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. കാരണം കയറിയിട്ട് കാര്യമില്ല, അതിന് മാത്രം പ്ലേറ്റ് അവിടെ ഇല്ല. പ്ലേറ്റ് ഉണ്ടെങ്കിലല്ലേ കയറിയിട്ട് കാര്യമുള്ളൂ. ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ ബാക്കിയുള്ളവരോടൊക്കെ പുറത്ത് നിൽക്കാൻ. അപ്പം ഞങ്ങൾ പുറത്ത് നിന്നു. ഇത്തിരി നേരം 11 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ആ നേരത്താണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. നമുക്ക് വിശപ്പൊന്നും അത്ര ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്പലത്തിലെ പ്രസാദം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വാദാണല്ലോ. അപ്പം ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് പിന്നെ പ്ലേറ്റ് കിട്ടാനാണ് ഞങ്ങൾ ഈ വരിയിലൂടെ പോകുന്നത് കേട്ടോ. വേദുട്ടനും പ്ലേറ്റ് കൊടുത്തുട്ടോ. ഇനിയിപ്പോൾ അവനെ ഞങ്ങളുടെ കൂടെ കൊടുക്കണ്ട വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും പ്ലേറ്റ് വാങ്ങിയത്. അവന് ചോറൊക്കെ വാങ്ങണു. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ. ചോറ്, അതുപോലെ തന്നെ സാമ്പാർ, അവിയൽ, ഉപ്പേരി, പുളിയിഞ്ചി, അച്ചാർ, പായസം, വെള്ളം, ഇത്രയും സാധനം. പിന്നെ രസം ഉണ്ടായിരുന്നു കൊണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് കിട്ടിയില്ല. നല്ല സൂപ്പർ സദ്യ. നിങ്ങൾക്കറിയോ ഈ അമ്പലത്തിൽ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇതേ സാധനം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു തൃപ്തിയൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അമ്പലത്തിലെ അന്നദാനം കഴിക്കുക പറയുമ്പോൾ അതിൻ്റെ രുചി വേറെ തന്നെ ഇരിക്കും കേട്ടോ. അതൊരു ബിരിയാണിക്കും മന്തിക്കും അതിന് തകർക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. ഇപ്പം ഏത് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പ്ലേറ്റ് കണ്ടാൽ തന്നെ അറിയാം ആ ഫുഡിൻ്റെ രുചി. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ. രുചി ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഒന്ന് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പാത്രം കഴുകാൻ പോയിട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പാത്രം കഴുകി വന്നു. പിന്നെ അമ്മയും വേദും കൂടിയിട്ട് പാത്രമൊക്കെ കഴുകി വന്ന് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് വേഗം പോകാൻ വെച്ചു. കാരണം ഇനി ബസ് കിട്ടണമല്ലോ. പിന്നെ ഒരു ഓട്ടോയും ഇല്ല കേട്ടോ. ആ ഭാഗത്തേക്ക് നമുക്ക് ഓട്ടോ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ആരോടെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ ചിലവർ പറയും ആളുകളെ കൊണ്ടുവന്ന് വന്നിരിക്കുകയാണ്, അപ്പോൾ വരാൻ പറ്റില്ല പറയും. അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യുക, പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.